ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഒരു ആയുർവേദ ആശ്രമത്തിലാണ്. ഇവിടെ വന്നപ്പോൾ അടിപൊളി ആംബിയൻസ്. അപ്പോൾ ഞാൻ ആ ഒരു ആംബിയൻസ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ഒരു ഹിഡൻ സ്പോട്ടുകളുണ്ട്. ആയുർവേദം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. കാരണം നല്ല ചൂടിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് വെട്ടക്കുറവുണ്ടല്ല. ഇവിടെ വന്ന് ഇവിടേക്ക് കയറിയപ്പോൾ ഭയങ്കര തണുപ്പ്. കാരണം ഇവിടെ ഫുള്ള് മുളയുടെ കാട്, അതുപോലെ തന്നെ കുറേ മരങ്ങളുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ബലിക്കടവ് എന്നൊക്കെ പറയൂലേ, ബലി ഇടാൻ വരുന്ന കടവ്. അപ്പോൾ ആ കടവിൻ്റെ ഒരു പാർട്ട് കൂടാണിത്. അതുകൊണ്ടായിരിക്കും താഴെ ഇവിടെ ഫുള്ള് കടവിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ഇപ്പുറത്തെ ആശ്രമം. ശരിക്കും ഒരു സെറ്റ് പ്ലേസ്. നമ്മൾ ഈ ആയുർവേദ വെൽനസ് സെൻറ്റർ എന്നൊക്കെ പറയൂലേ, അപ്പോൾ അത് പ്രകൃതിയോട് ചേർന്ന ഒരു വെൽനസ് സെൻ്ററാണിത്. കാണാൻ ശരിക്കും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഉണ്ട്. ഞാനിതിൻ്റെ ചില പോർഷൻസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര രസമുണ്ട് കാണാനത്. ഇത് കണ്ടോ, ഇത് ഈ കടവിൻ്റെ ബാക്ക് സൈഡാണ്. ഞാനപ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതുവഴി ഇറങ്ങാൻ സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്. ഞാൻ പിന്നെ ഒരു ഷൂട്ടിനായിട്ട് വന്നതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഇതുവഴി പോകുമ്പോൾ ഇതൊരു സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് കടവിലേക്ക് പോകാൻ പറ്റും. ഇതാണ് ഈ ഒരു ആശ്രമത്തിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഫുള്ള് മുളങ്കാടാണ്. അപ്പം അങ്ങനൊരു ഹിഡൻ സൈഡ് കൂടി ഇതിനുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലെയാണ് തിരിച്ചു കയറാം. ഇനി തിരിച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സൈഡ് കണ്ടോ, ഈ കാടിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. കാണാൻ ഭയങ്കര രസമുണ്ട്. ഇനി ഞാൻ വന്ന വഴി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കയറുകയാണ്. ഞാൻ ഈ വഴിയാണ് തിരിച്ച് താഴേക്ക് വന്നത്. ആ മുളയുടെ കാടൊക്കെ ഇല്ലേ, അത് ശരിക്കും ആ സൈഡാണ്. ഞാൻ തിരിച്ച് കയറിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ ഇലകളൊക്കെ അവിടേക്ക് ഒരു അനക്കം കിട്ടി. ഞാൻ വെച്ചൊരു പാമ്പാണെന്ന് വെച്ച് നോക്കിയപ്പോൾ ദേ ഇരിക്കുന്നവൻ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ അരണ, ഇവനാണ് ആ ഇലകളുടെ ഇടയിലൂടെ വന്ന് എന്നെ പീഡിപ്പിച്ചത്. തിരിച്ച് ആശ്രമത്തിൻ്റെ ഇത് ആശ്രമത്തിൻ്റെ ബാക്ക് പോർഷനാണ്. ആശ്രമം പിന്നെ ആയുർവേദ വെൽനസ് ഉണ്ട്, അത് സെപ്പറേറ്റ് ആണ്. ശരിക്കും ഈ ആശ്രമത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് തിരിച്ച് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോകാൻ രണ്ട് വഴിയും പോകാൻ പറ്റും. ഇതാ അതിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്ന ഒരു പൂവാണ്. പക്ഷെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ഈ ആശ്രമത്തിൻ്റെ ഫ്രണ്ട് നിറയെ നിൽപ്പുണ്ട്. കയറുമ്പോഴേ തണുപ്പാണ്. അപ്പം ഇന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിൽപ്പുണ്ട്. അതിൻ്റെ ബാക്കിലാണ് ആ മുളങ്കാടുള്ളത്. പിന്നീട് ഈ കൽവിളക്കില്ലേ, കൽവിളക്കും ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരു ആംബിയൻസും കൂടെ ഈ ഒരു ആശ്രമത്തിലുണ്ട്. നമ്മൾ കണ്ട് പരിചിതമായ ആശ്രമങ്ങൾക്ക് അപ്പുറത്തേക്കുള്ളൊരു ആശ്രമം, ഒരു ഫീലിങ്സ് ആണിത്. പിന്നീട് ഇതൊരു വലിയ മരമാണ്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ കാണുന്നത് നമ്മൾ ഈ നൃത്തമൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും കലാപരിപാടികളൊക്കെ ചെയ്യുന്ന കാര്യമായിരിക്കും. അത്രേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.